രാമായണമായ ഒരു സംശയം സത്യസന്ധൻ ഭൂവി രാജാ ദശരഥ ചരിത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനു ഭൂതിയുണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ വിദ്യയാക്കിയൊരാ. കൈകേയി തന്നുടെ നിർബന്ധവാ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമ സത്യവാക്യങ്ങൾ ചൊല്ലിനാൽ. പങ്കജനേത്രനാം രാമനുഷത്തിനും ചന്ദാദിഹീനം ശൂർപ്പണകയുണ്ട്. ചിലർ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും, ചിലർ അറിയപ്പെടുകയില്ല, ചിലർ അറിയുകയില്ല. ഏറ്റവും ശക്തമായ കഥാപാത്രമായി സീത മാറുമ്പോഴും ഏറ്റവും ശക്തനായ മറ്റൊരു കഥാപാത്രത്തിന്റെ ഭാര്യയായി മണ്ഡോദരി മാറുമ്പോഴും എല്ലാം ധാരാളം സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ മറന്നു പോവുകയും അറിയാതെ പോവുകയും ചെയ്ത ഒത്തിരി കഥാപാത്രങ്ങൾ രാമായണത്തിലുണ്ട്. ഈ നിരുക്തനായ രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണ എന്ന് നമുക്കറിയാം. എന്നാൽ ശൂർപ്പണക മാത്രമല്ലാതെ അതേപോലെ രാവണന്റെ ഉപദ്രവമുള്ള മറ്റൊരു സഹോദരി കൂടി രാവണനുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? നമുക്കറിയാമോ? ഒരിടത്തും അതങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. വാൽമീകി രാമായണത്തിലെല്ലാം എടുത്തു പറയുന്ന അതേപോലെ മറ്റൊരു അസുര സഹോദരി കൂടെ രാവണനുണ്ടായിരുന്നു. കുംഭിനസി എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീകളുണ്ടായിരുന്നു. മധു എന്ന് പറയുന്ന അസുരന്റെ ഭാര്യയായി അവർ ലങ്കയിൽ തന്നെ താമസിക്കുകയായിരുന്നു. പലപ്പോഴും അവർക്ക് ഒഴിച്ച് താമസിക്കേണ്ടിയിരുന്നു. കാരണം രാവണൻ എന്ന കരുത്തന്റെ, രാവണൻ എന്ന് പറയുന്ന അസുരന്റെ മായാപ്രയോഗങ്ങളിൽ മധു എന്ന് പറയുന്ന അസുരന് പലപ്പോഴും പലായനം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ രാമന്റെ മാത്രമല്ലാതെ ഒത്തിരി വനിതകളുടെ കൂടെ കഥയാണ് രാമായണം. നമ്മൾ ഈ പറയുന്ന ശൂർപ്പണയെയും കുംഭിനസിയെയും അവരെല്ലാം നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സായാഹ്നത്തിലൂടെ നമ്മൾ ഈ രാമന്റെ കഥ പറഞ്ഞു കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞു, രാമൻ ദശരഥ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഇവിടെ നേരത്തെ പറഞ്ഞു. അങ്ങനെ രാമനെ ദശരഥനെ ഓർത്തിട്ട് അത് എനിക്ക് തോന്നുന്നു പക്ഷേ വാൽമീകി പറയുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് നമ്മുടെ ആചാര്യൻ തുഞ്ചത്ത് ആചാര്യ പറയാൻ അല്പം കൂടെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാമനെ ദശരഥനെ ഓർത്തിട്ട് ആമോദമോടെ തന്നെ എന്ത് ചെയ്യണം? നീ എവിടെ? കാട്ടിൽ കഴിയണം. ഒപ്പം ആരെ? എന്നെപ്പോലെ ജനതാത്മജയെയും അമ്മയായി തന്നെ കരുതണം എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലേക്ക് അല്പം കൂടെ നമ്മുടെ സംസ്കാരത്തെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരിതാണ് തുഞ്ചത്ത് ആചാര്യപാദം മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ബാക്കി പത്രം നമ്മൾ കേട്ടോ. നമ്മളെപ്പോഴും രാവിലെ പറയും, ഇന്നത്തെ വായിച്ച ഒരു ഭാഗമല്ലേ, യഥാർത്ഥമായിട്ടും സീതയെ തന്നെയും മാതാവ് തന്നെയും ജീവനെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം. മനസ്സിൽ ഖേദം, അതിൽ ഖേദം എന്ന് പറയുന്നത് പോലെ തന്നെ. പിന്നെ എന്ത് ചെയ്യാം? തേയിൽ ചാടണമെങ്കിലും വിഷം കുടിക്കണമെങ്കിലും ഇനി ലക്ഷ്മണനെ തന്നെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്റെ തന്നെ അംശാവതാരമായ ലക്ഷ്മണനെ തന്നെ ഉപേക്ഷിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന രാമനെ നമ്മൾ കേട്ടു. എന്നാൽ എല്ലാം ഉപേക്ഷിച്ച ലക്ഷ്മണൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ലക്ഷ്മണനും എല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു.
മാതാവിന് അടുത്ത് വരാൻ പോകുന്ന ഈ മാതാവിന്റെ ഈ ഉപദേശം ലക്ഷ്മണൻ കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പഠിച്ചാൽ, ഒന്ന് വായിച്ചാൽ തീർച്ചയായും മനസ്സിലാകും. പിന്നീട് വനത്തിൽ വെച്ച് സീത ഉപേക്ഷിച്ച ആഭരണങ്ങൾ രാമനെ കാണിക്കുമ്പോൾ സീത നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ചിത്രഭവം ബാധിച്ചു എന്നാണ് നമ്മുടെ ആചാര്യൻ പറയുന്നത്. തുഞ്ചത്താചാര്യൻ പറയുന്നത്, എഴുത്തച്ഛൻ പറയുന്നത് ചിത്രഭ്രമം ബാധിച്ച ഒരു അവസ്ഥയിലായിരുന്നു രാമൻ. അതുകൊണ്ട് തന്നെ ഈ ആഭരണങ്ങൾ ഒന്നുമേ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ്. ആ അവസ്ഥയിലും നമ്മുടെ ലക്ഷ്മണനോട് ചോദിക്കുമ്പോൾ, അപ്പൊ എങ്ങനെ പറയണം, നമ്മളായിരിക്കുന്ന ലക്ഷ്മണൻ നമ്മളോട് ചോദിക്കുമ്പോൾ, ലക്ഷ്മണനോട് ചോദിക്കുമ്പോൾ മാലയും വളയും കമ്മലും ഒന്നും തിരിച്ചറിയാത്ത ലക്ഷ്മണൻ പറയുന്നു, ഞാൻ ഈ പാദസ്ഥലം കണ്ടിട്ടുണ്ട്, ഈ പാദസ്ഥലം ഞാൻ എന്നും വണങ്ങുന്ന എന്റെ ജ്യേഷ്ഠത്തിലൂടെയാണ് എന്ന് പറയുമ്പോഴാണ് സുമിത്ര എന്ന് പറയുന്ന രാമായണത്തിലെ ഏറ്റവും കറുത്തിട്ട സ്ത്രീയുടെ ഉപദേശം ഫലവത്തായി മാറിയത്. ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ലക്ഷ്മണോപദേശം എന്നത് വായിക്കാൻ തുടങ്ങിയതാണ്. നാളെ മറ്റൊരു കഴിവത്തത് വായിക്കുകയാണ്. നാളെ കുറ്റിപ്പുറം കഴിവത്ത് ലക്ഷ്മണോപദേശം വായിക്കണം. എനിക്കൊരു പക്ഷെ തോന്നിയിട്ടുള്ളത് ഇതിനേക്കാൾ മികച്ചത് സുമിത്രയുടെ ഉപദേശത്തെക്കാൾ വളരെ മികച്ചത് ലക്ഷ്മണോപദേശമാണ്. ഇന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒന്നാണ്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കഥകളിലൂടെ, ഇത്തരത്തിലുള്ള രാമന്റെ നാട്ടുപാട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സീതയും ഊർവളയും മണ്ഡോദരിയും എന്ന് പറഞ്ഞിട്ട് പോകാം. മണ്ഡോദരി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൂ. അവരെ അക്ഷരസാണ്. മധുര എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരുടെ അച്ഛന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും മായൻ. യഥാർത്ഥത്തിൽ അതല്ല എങ്കിൽ എടുത്തു വളർത്തിയത് മായൻ എന്ന് പറയുന്ന അസുരനാണ്. ഹേമ എന്ന് പറയുന്ന സ്ത്രീയാണ്, അക്ഷരസ്ത്രീയാണ് അവർ എടുത്തു വളർത്തി. ഇത്തരത്തിലുള്ള കഥകളുണ്ട്. മണ്ഡോദരി പലർക്ക് പറയുന്നത് അത് പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ മണ്ഡോദരിയെയും കുന്തിരസിനെയും നമ്മുടെ ഈ ശൂർപ്പണകയും എല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഒന്നുകൂടെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു ഭാഗം കൂടെ ഇവിടെ കാത്തുവയ്ക്കുന്നുണ്ട്. അത് ഒന്നുമല്ലാതെ തന്നെ നോക്കാൻ കൊണ്ടുവന്ന ദാസിക്ക് തന്റെ ചെവി കൊടുക്കുമ്പോൾ ഒരു രാജ്യം തന്നെ സങ്കടത്തിലാവുന്ന കാഴ്ച കൂടിയാണ് ഇതിന്റെ അഭിഷേകത്തിലുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹത്തായ ഈ രാമായണ യാത്രയിൽ കേവലം കരയോഗം കൂടെ ഇതിൽ പങ്കുചേർന്നതിൽ അതിയായ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെയ്യാൻ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോ ഈ എല്ലാ കൊല്ലവും ഞാൻ ഈ രാമായണ പാരായണത്തിന് പോകാൻ പറ്റാവുന്നിടത്തോളം പോകാറുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാറുണ്ട്. കാരണം ഞാൻ കുട്ടിക്കാലത്ത് അമ്മ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ തെക്കുറൊക്കെ വായിച്ചിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. എന്നാലും അതാലോചിക്കുമ്പോൾ അന്നും ഇതിനെ കേട്ടിട്ടുള്ള കുറേ തെറ്റുകൾ വായിച്ചിട്ടുള്ളത് എനിക്കിപ്പോൾ തിരുത്താൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം കൂടാതെ പിന്നെ ഈ NSSന്റെ രാമായണ പാരായണത്തിന് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ വ്യക്തികളെ എനിക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട് രാമായണത്തിൽ. കാരണം ഞാൻ അറിയാത്ത ഒരുപാട് വ്യക്തികളെ പിന്നെ സാധു പറയുന്നത് കേട്ടപ്പോഴും പുതിയൊരു സഹോദരിയെ കണ്ടത് കാര്യം പറഞ്ഞല്ലോ. അതേപോലെ ഓരോ വ്യക്തികളെയും കാണാനും അറിയാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പോകാൻ ശ്രമിക്കണം, പോകാതിരിക്കാൻ നോക്കരുത്. കാരണം നമ്മുടെ സമുദായത്തിനെ വളർത്തിക്കൊണ്ടുവരാനും വിദ്യാഭ്യാസം വളർത്തിക്കൊണ്ടുവരാനും ഇതൊക്കെ ഇതിനും ഈ കാര്യങ്ങളും കൂടി നല്ലതാണ്. പിന്നെ രാമായണത്തിലെ ഓരോ വ്യക്തികളും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ കൂടെ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് പ്രത്യേകം. കാരണം മന്ദരി, ശകുനി, എന്നാലും അങ്ങനെയുള്ള കുറെ പേര് നമ്മുടെ കൂടെ ഉണ്ട്. അവർ മന്ദരിയാണെന്നും ശകുനിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് നടത്താൻ മാറ്റിക്കൊണ്ട് ചിന്തിക്കാനും പറ്റും. ഇവർക്കിടയിലും രാവണന്റെ കാര്യം പറയുമ്പോൾ രാവണനും ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല രീതികളും ഉണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്കറിയാം. രാവണനെ എതിർത്ത ഒരാളെന്നുള്ള രീതിയിൽ നമ്മളൊക്കെ വളരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് ചെന്നത് നമുക്ക് അറിയുന്ന ചെയ്തത്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി അറിയാൻ സാധിച്ചത് എനിക്ക് ഈ രാമായണ പാരായണത്തിൽ വരുമ്പോഴാണ്. ഓരോരുത്തരുടെ ഇതിൽ നിന്ന് ഓരോരുത്തർ പറയുന്നത് കേൾക്കുന്നതിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാവാൻ സാധിക്കും.
ഇവിടെ എനിക്ക് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്തുള്ള അമ്മ ഈ രാമായണം അവിടെ ചെല്ലുമ്പോൾ കൂടെ ചെല്ലുന്നുണ്ട്. കൂടെ മുഴുവൻ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെല്ലുന്നുണ്ട്. മുഖത്ത് നോക്കി അല്ലയോ മഹാഭാവി നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഭരതനെ ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും. കാരണം തനിക്കെത്തുന്ന ഏതൊരു കർത്തവ്യവും അതിൽ ധർമ്മമുണ്ടോ എന്ന് ആദ്യം നോക്കുന്ന ഭരതനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം. ഒപ്പം അയോധ്യയിൽ വിപുലം വെച്ച് വിവാഹം കഴിക്കുമ്പോഴും അയോധ്യയിലെത്തി അച്ഛൻ സ്വീകരിക്കുമ്പോഴും അതിനുശേഷം രാജ്യം ലഭിക്കുമ്പോഴും രാജ്യം വേണ്ട എന്ന് പറയുമ്പോഴും ഒരേ മനോഭാവത്തോടു കൂടി ജീവിക്കുകയും രാജ്യം കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ ശ്രീരാമനെയും ഭരതനെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഈ യാത്ര വീണ്ടും തുടരാം. ഇനി അങ്ങോട്ടുള്ള യാത്രകളിലും നിങ്ങളുടെ ഭവനങ്ങളിലും രാമായണ സന്ധ്യകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് ആരതി ഒഴിവിലേക്കായി പ്രസന്നെ ക്ഷണിക്കുന്നു.